പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 7.3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചോദ്യവും എങ്ങനെയാണ് അതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എക്സസൈസ് 7.3 ആദ്യത്തെ ചോദ്യം, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദി ഡിജിറ്റ്സ് 1 to 9 ഇഫ് നോ ഡിജിറ്റ്സ് ഈസ് റിപ്പീറ്റഡ്. ഇതേപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദി ഡിജിറ്റ്സ് 1 to 9 ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. ഇവിടെ 3 പ്ലേസസും 9 ഡിജിറ്റ്സും ആണ്. അപ്പോൾ 3 പ്ലേസസ് ക്യാൻ ബി ഫിൽഡ് യൂസിങ് 9 ഡിജിറ്റ്സ്. therefore 9 objects taking 3 at a time. But number of permutation of 9 objects taking 3 at a time, no digits is repeated, therefore the answer will be 9p3. This can be calculated using the formula 9 factorial divided by 9 minus 3 factorial. നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല NPRൻ്റെ ഫോർമുലയാണ്. എന്താണ് NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നമ്മൾ 9n ആയിട്ടും 3r ആയിട്ടും എടുക്കുന്നു. അപ്പോൾ 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 9 മൈനസ് 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 into 8 into 7 into 6 factorial divided by 6 factorial. Therefore 6 factorial get cancelled. 9 into 8 into 7. Therefore it is equal to 504. 504. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഈ ചോദ്യം നമ്മൾ ബോക്സ് വരച്ചിട്ട് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പെർമ്യൂട്ടേഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ചോദ്യത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സാമിന് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇതിലുള്ള ഒരുവിധ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പെർമ്യൂട്ടേഷൻസിൻ്റെ ഫോർമുല ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ പെർമ്യൂട്ടേഷൻ്റെ വാല്യൂസ് ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിൽ നമ്മുടെ പെർമ്യൂട്ടേഷൻ്റെ വാല്യൂസ്, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് 9p3 ഉപയോഗിച്ചിട്ടുണ്ട്. 9p3 ഉപയോഗിച്ചെടുത്ത് നമുക്കിവിടെ ഈ എളുപ്പത്തിൽ കാണാനുള്ളൊരു ഫോർമുലയാണ് പറയുന്നത്. അതായത് ഏതാണോ നമ്മുടെ നമ്പർ, അതായത് ഇതാണ് നമ്മുടെ n, ഇതാണ് r, NPR ആണ് അല്ലേ, 9p3. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഫോർമുല എഴുതാതെ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. 9ൽ നിന്ന് താഴോട്ടേക്ക് നാച്ചുറൽ നമ്പർ എഴുതിയാൽ മതി, 3 നമ്പേഴ്സ്. അപ്പോൾ 9 into 8 into 7. നമുക്ക് ഉടനടി ഇതിൻ്റെ ആൻസർ 504 എഴുതാൻ പറ്റും. അപ്പം ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമാണെങ്കിൽ ഫോർമുല എഴുതി നോക്കേണ്ട കാര്യമില്ല. സ്റ്റെപ്സ് എഴുതി ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോർമുലയുടെ ആവശ്യം. അപ്പോൾ സ്റ്റെപ്സ് എഴുതണ്ടാത്ത ചോദ്യങ്ങളാണെങ്കിൽ നമുക്കിതുപോലെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ 10p2 ആണെങ്കിൽ 10ൽ നിന്ന് താഴോട്ടേക്ക് 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുക, നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10 into 9 ഈസ് ഈക്വൽ ടു 90. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാം. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് നോ ഡിജിറ്റ്സ് റിപ്പീറ്റഡ്. ഇവിടെ 4 ഡിജിറ്റ് നമ്പേഴ്സാണ് ഫോം ചെയ്യേണ്ടത്. ഏതൊക്കെ ഡിജിറ്റ്സ് ഉപയോഗിക്കണമെന്ന് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. അത് നമുക്കറിയാം, 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റ്സാണ് നമ്മൾ സാധാരണയായി ഒരു നമ്പർ ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ 10 ഡിജിറ്റ്സിനെ മുഴുവനായിട്ടും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 4 പ്ലേസും 10 നമ്പേഴ്സും ആണെങ്കിൽ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 പ്ലേസ് ഉണ്ടാവും. 10 ഡിജിറ്റാണ് 0 മുതൽ 9 വരെ. നമുക്കറിയാം ഒന്നാമത്തെ പ്ലേസിൽ, ഈ തൗസൻഡ്സ് പ്ലേസിൽ നമുക്ക് 0നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാനാണ് നോക്കുന്നത്. ഇതുപോലുള്ള ചോദ്യം നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒന്നാമത്തെ പ്ലേസിൽ 0 പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആദ്യം നമ്മൾ
ഈ 4 പ്ലേസും കൺസിഡർ ചെയ്യുന്നു. 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്താണ് വരിക? ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് 0 വി ടേക്ക് ഇറ്റ് ആസ് 10p4. നമുക്കറിയാം ഇതിൽ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സും കൂടി വന്നിട്ടുണ്ടാകും. 10p4 വേസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ 0യിൽ തുടങ്ങുന്ന ന്യൂമറൽസും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. ഇനി നമുക്ക് വേണ്ടത് ആ 0യിൽ തുടങ്ങുന്ന ന്യൂമറൽസിനെ ഇതിനകത്തുനിന്ന് മൈനസ് ചെയ്യണം. എത്ര എണ്ണം ഉണ്ടോ അത് മൈനസ് ചെയ്യണം. 0യിൽ തുടങ്ങുന്ന ന്യൂമറൽസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഇതിനെ നമുക്ക് 2 സ്റ്റെപ്പായിട്ട് എഴുതാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് ഈക്വൽ ടു 10p4. അപ്പോൾ നമുക്കിവിടെ 10p4 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7. ഇവിടെ നമ്മുടെ ആൻസർ 5040 ആണ്. പക്ഷേ ഇതിൽ ആരും കൂടി ഉൾപ്പെടും? 0യിൽ തുടങ്ങുന്ന നമ്പേഴ്സും കൂടി ഉൾപ്പെടും. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് സ്റ്റാർട്ടിങ് ഇൻ 0. 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ 0യിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്ലേസിൽ നമ്മൾ 0 കൊടുക്കുന്നു. അതായത് ആദ്യത്തെ പ്ലേസിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന നമ്പർ 0 തന്നെയാണ്. ബാക്കിയുള്ള 3 പ്ലേസ് നോക്കിയാൽ മതി. അപ്പം 0 ഒഴികെ ബാക്കി എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 9 ഡിജിറ്റ്സ് ഉണ്ട് 3 പ്ലേസസും. അപ്പോൾ ഇവിടെ 0 മാത്രം ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബോക്സിനെ നമുക്ക് ഓൺലി 1 വേ വി ക്യാൻ ഫിൽ ദാറ്റ് ബോക്സ്. Other 3 boxes can be filled in using 9 digits. Therefore, it can be 9p3. അപ്പോൾ 1 into 9p3 that is 9p3. 9p3 എന്ന് പറയുന്ന വാല്യൂ 9 into 8 into 7. 9 into 8 into 7 that is equal to 504. അപ്പോൾ 504 ആണ് 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ആകെയുള്ള അറേഞ്ച്മെൻറ്റ്സിനെ എടുക്കുമ്പോൾ 4 ഡിജിറ്റ് ന്യൂമറൽസ് എത്രയുണ്ടാവും? 4 ഡിജിറ്റ് ന്യൂമറൽസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. Therefore, the number of 4 digit numerals ഈക്വൽ ടു നമ്മുടെ 5040യെ ഏത് മൈനസ് ചെയ്യണം? 504 മൈനസ് ചെയ്യണം. 504 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4536 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത രീതി നോക്കുക, കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള മെത്തേഡാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സാമിന് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ഈ രീതി എങ്ങനെ ഉപയോഗിക്കും എന്നാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. അതായത് 0 ഉൾപ്പെടെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 0 ഉൾപ്പെടെ 4 പ്ലേസിൽ നമ്മൾ 10 ഡിജിറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത് 10p4 വേസിലാണ്. അതായത് 10 into 9 into 8 into 7 ദാറ്റ് ഈസ് 5040. ഇനി 0 ഫസ്റ്റ് പ്ലേസിൽ 0വും ഉൾപ്പെടുന്നത് എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് സ്റ്റാർട്ടിങ് ഇൻ 0 ആദ്യത്തെ പ്ലേസ് കൊടുത്തു. അപ്പോൾ ദാറ്റ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 1 വേ. ബാക്കിയുള്ള 3 പ്ലേസിൽ 9 ഡിജിറ്റ്സ് കനോട്ട് ബി റിപ്പീറ്റഡ് ആകുമ്പോൾ 9p3 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ 9 into 8 into 7 ദാറ്റ് ഈസ് 504. അപ്പോൾ ഇനി ടോട്ടൽ അറേഞ്ച്മെൻറ്റ് ശരിക്കുള്ള ഡിജിറ്റ്സ് 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയുണ്ടാവും? ഈ അറേഞ്ച്മെൻറ്റിനകത്ത് ഇത് കുറക്കണം. കാരണം 0യിൽ തുടങ്ങുന്നതിനെ നമ്മൾ 4 ഡിജിറ്റ് നമ്പറായിട്ട് കണക്കാക്കില്ല. അപ്പോൾ 10p4 മൈനസ് 9p3 മൈനസ് ചെയ്യുമ്പോൾ 5040 മൈനസ് 504. അപ്പോൾ 4536 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോക്സ് വരച്ചിട്ട് നമ്മുടെ ഈ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല ഉപയോഗിക്കാതെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് ഇതിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ എക്സാമിന് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി 3 ഡിജിറ്റ് ഈവൺ നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദി ഡിജിറ്റ്സ് 1 2 3 4 5 6. അപ്പോൾ 3 ഡിജിറ്റ് ഈവൺ നമ്പേഴ്സാണ് അല്ലേ.
അപ്പം നമുക്കതിന് അതിൽ നിന്ന് ബോക്സ് വരക്കാം. നമ്മളിവിടെ പെർമ്യൂട്ടേഷനാണ് ഉപയോഗിക്കുക, എന്നാലും നമുക്കൊരു ബോക്സ് വരക്കാം. 3 പ്ലേസ് കാണിക്കാൻ വേണ്ടി ഞാനൊരു 3 ബോക്സ് വരക്കുന്നു. അതിൽ ഒന്നാമത്തെ പ്ലേസിൽ നമുക്ക് ഈവൺ നമ്പേഴ്സാണ് ചോദിച്ചത് അല്ലേ. ഈവൺ നമ്പേഴ്സ് എത്ര എണ്ണം ഫോം ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈവൺ നമ്പേഴ്സ് ഫോം ചെയ്യുമ്പം ഈ പ്ലേസിൽ യൂണിറ്റ് പ്ലേസിൽ നമുക്ക് 2, 3, 2, 4 ആൻഡ് 6 ഇതിൽ 3 ഏതെങ്കിലും ഉപയോഗിക്കാം അല്ലേ, 3 ഏതെങ്കിലും. അപ്പോൾ ഒരു പ്ലേസും 3 ഡിജിറ്റും. അപ്പോൾ ആ പ്ലേസിനെ നമുക്ക് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? ദാറ്റ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 3p1 ways. 3p1 ways, 1 place and 3 digits. ഇനി ബാക്കിയുള്ള 2 പ്ലേസ് ഒരുമിച്ചെടുക്കാം നമുക്ക്. ബാക്കിയുള്ള 2 പ്ലേസിൽ നമുക്ക് എത്ര ഡിജിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം? 1 മാത്രമല്ല, ഇവിടെ യൂണിറ്റ് പ്ലേസിൽ നമുക്ക് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള 5 ഡിജിറ്റ്സ്, ഇത് ആകെ 6 ഡിജിറ്റ്സ് ആണുള്ളത്. 5 ഡിജിറ്റ്സിനെ നമുക്ക് ആദ്യത്തെ 2 പ്ലേസിൽ കൊടുക്കാം. അതായത് 5p2 വേസിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പ്ലേസിനെ 2 പ്ലേസ് ഒരുമിച്ചെടുത്താൽ അതിനെ 5p2 വേസിലും ഫസ്റ്റ് പ്ലേസിനെ 3p1 വേസിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, therefore number of even numerals അല്ലേ, ഈവൺ നമ്പേഴ്സ് ഈക്വൽ ടു 5p2 ഇൻറ്റു 3p1. ഇനി 5p2നെ നമുക്ക് 5 ഇൻറ്റു 4, 3p1നെ 3 എന്ന് എടുക്കാം. അപ്പോൾ ആൻസർ എന്താ വരിക? 5 4 20 ഇൻറ്റു 3 60 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. 60 ഡിഫറെൻറ്റ് വേസ് വി ക്യാൻ അറേഞ്ച് ദി ഈവൺ നമ്പേഴ്സ്. Therefore the total number of even numbers is 60. അത് തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. പെർമ്യൂട്ടേഷനുള്ള ഫോർമുല ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങും കൂടി ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഫസ്റ്റ് പ്ലേസ് ഫില്ല് ചെയ്യേണ്ട വഴികൾ എന്ന് പറഞ്ഞാൽ 3p1 ആണെന്ന് പറഞ്ഞു അല്ലേ. അത് m വേസിൽ, ഇത് n വേസിൽ, രണ്ടും കൂടി എത്ര ഡിഫറെൻറ്റ് വേസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇവിടെ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല ഉപയോഗിക്കുക മാത്രമല്ല ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റൂള്. അപ്പോൾ പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കുന്ന രീതിയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ കമ്മിറ്റി ഓഫ് 8 persons, in how many ways can we choose a chairman and a vice chairman, assuming one person cannot hold more than one position? അപ്പോൾ 8 പേരുണ്ട്. 8 പേരിൽ നമുക്ക് 2 പ്ലേസാണ് വേണ്ടത്. ഒരാൾക്ക് തന്നെ 2 സ്ഥാനവും അലങ്കരിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ചെയർമാനും വൈസ് ചെയർമാനും ആകാൻ ഒരാൾക്ക് തന്നെ സാധിക്കില്ല. അപ്പോൾ ഡിജിറ്റ്സ് കനോട്ട് ബി റിപ്പീറ്റഡ് എന്ന് പറഞ്ഞ പോലത്തെ കേസാണിത്. അപ്പോൾ 2 പ്ലേസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത്. അപ്പോൾ 8 പേരെ 2 പ്ലേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വരുന്നത് ആൻസർ വരുന്നത് 8p2 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിൻ്റെ ആൻസർ 8 ഇൻറ്റു 7. നമ്മൾ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ 8 ഫാക്ടോറിയൽ ബൈ 8 - 2 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 8 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ഇൻറ്റു 7 ആണ്. അവിടെ നമുക്ക് 56 എന്നുള്ള ആൻസർ കിട്ടും. ഇതാണ് 4ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 2 പ്ലേസും 8 പേരും. അപ്പോൾ ആ 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യണം. 8 പേരിൽ നിന്ന് 2 പേരെ, ചെയർമാനെയും വൈസ് ചെയർമാനെയും സെലക്ട് ചെയ്യണം. ഒരേ ആൾക്ക് തന്നെ 2 പ്ലേസിലും സാധിക്കില്ല. അതുകൊണ്ട് 8p2 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ഈ പെർമ്യൂട്ടേഷൻ്റെ അകത്ത് സാധാരണ എക്സാമിന് റെഗുലറായിട്ട് വരാറുള്ള ഒരു ചോദ്യത്തിനാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. n-1 p3 ഈസ് np4 ഈക്വൽ ടു 1:9. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു 10p2 എന്ന് എഴുതുമ്പോൾ എളുപ്പത്തിൽ നമ്മൾ എഴുതുന്നത് 10ൽ നിന്നും താഴോട്ടേക്ക് 2 നമ്പർ അല്ലേ, ഇങ്ങനെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. ആ ഫാക്ടോറിയൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇത് നമുക്കിവിടെ ഉപയോഗിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ റേഷ്യോനെ n-1 n കാണാനാണ് ഇവിടെ ചോദ്യം. നമുക്കിതിനെ n-1 p
3 അല്ലേ. ഈസ് ടു എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ NP4 ഈക്വൽ ടു 1/9 എന്ന് കൊടുക്കാം. ഇനി N-1 P3നെ ഞാനിപ്പോൾ പറഞ്ഞ ആ രീതി വെച്ചിട്ട് നമുക്കിങ്ങനെ എഴുതാം. N-1 തൊട്ട് താഴോട്ടേക്ക് 4 നാച്ചുറൽ നമ്പർ. അപ്പോൾ N-1, N-2, N-3 3 നമ്പർ അല്ലേ. N-1 P3 ആണ്. അപ്പോൾ 3 നമ്പർ നമുക്ക് താഴോട്ടേക്ക് എഴുതാം. അതേപോലെ NP4 N തൊട്ട് താഴോട്ടേക്ക് 4 നമ്പർ. ഇപ്പോൾ N ഇൻറ്റു N-1, N-2 പിന്നെ N-3 4 നമ്പർ വേണം. NP4 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/9. ഇവിടെ നമുക്ക് N-1 കട്ട് ചെയ്യാം, N-2 കട്ട് ചെയ്യാം, N-3 കട്ട് ചെയ്യാം. ഇപ്പോൾ കിട്ടിയുള്ളത് ഇവിടെ തന്നെ നമുക്ക് ഈ പേജിൽ തന്നെ ചെയ്യാം. 1/n ഈക്വൽ ടു 1/9 എന്നാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും n-ൻ്റെ വാല്യൂ എന്തായിരിക്കും? Therefore we can write the value of n as 9. 1/n 1/9 ആണെങ്കിൽ n is equal to 9. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ സോൾവ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഫൈൻഡ് r if 5p r equal to 2 into 6p r minus 1. അപ്പോൾ ഇവിടെ നേരത്തെ ചോദ്യത്തിൽ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടിയാൽ മാത്രമേ ഇതുപോലെ ഒരു എളുപ്പ വഴിയിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റുള്ളൂ. അതായത് N-1 താഴോട്ടേക്ക് 3 നമ്പറിനെ എഴുതാൻ പറ്റുന്നത് ഈ 3 എന്നുള്ള നമ്പറിൻ്റെ നമുക്കറിയുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്നത് എഴുതാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. 5p r equal to 2 into 6p r minus 1. 6 ആണ് നമുക്കിവിടെ കാണേണ്ടത്. 6 അറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫോർമുല എഴുതി തന്നെ ഇത് സിംപ്ലിഫൈ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. 5p r ഈക്വൽ ടു 2 into 6p r minus 1. ആ ഇക്വേഷൻ തന്നെ നമ്മൾ എടുക്കുന്നു. 5p r ഈക്വൽ ടു 2 into നമുക്ക് ചിഹ്നം ഇടാം 6p r minus 1. ഇനി 5p rനെ നമ്മൾ ഫോർമുല ഉപയോഗിക്കുകയാണ്. അതായത് NP-rൻ്റെ ഫോർമുല എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ. n-r ഫാക്ടോറിയൽ. അപ്പോൾ 5p rനെ നമുക്ക് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 - r ഫാക്ടോറിയൽ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into നമുക്കിങ്ങനെ എഴുതാം 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 - r minus 1. ദാറ്റ് ഈസ് 6 - r പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി ഫാക്ടോറിയലിൻ്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നത്. 5 ഫാക്ടോറിയലിനെ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അതാണ് ഈ 5ഉം 6ഉം കമ്പയർ ചെയ്യുമ്പോൾ 5 ആണ് ചെറിയ നമ്പർ. അതുകൊണ്ട് നമ്മൾ 5 ഫാക്ടോറിയലിനെ അങ്ങനെ തന്നെ വെക്കുന്നു. 6 ഫാക്ടോറിയലിനെ മാറ്റി 6 into 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതേപോലെ 5 - r ഫാക്ടോറിയൽ താഴെയും ഇവിടെ 6 - r പ്ലസ് 1 ഫാക്ടോറിയൽ എന്നുണ്ട്. അത് നമുക്ക് 6 + 1 എത്രയാണ്? 7 ആണ്. 7 - r എന്ന് വേണമെങ്കിൽ ഒന്നുകൂടി മാറ്റി എഴുതാം. അപ്പോൾ 5 ഫാക്ടോറിയൽ അടുത്ത ഒരു പേജിൽ നമുക്ക് എഴുതാം. ഫൈവ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 - r ഫാക്ടോറിയൽ ഈക്വൽ ടു 2 into 6 ഫാക്ടോറിയൽ നമുക്ക് 6 into 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 7 - r ഫാക്ടോറിയൽ. അപ്പോൾ 7 - r ഫാക്ടോറിയലിൽ 7 - r കഴിഞ്ഞാൽ 6 - r കഴിഞ്ഞ് എഴുതാം. അത് കഴിഞ്ഞിട്ടാണ് 5 - r വരുന്നത്. അപ്പോൾ 5 - r ഫാക്ടോറിയൽ എന്ന് എഴുതാം. നമ്മൾ 5 - r ഫാക്ടോറിയലിൻ്റെ ടേമിൽ ഡിനോമിനേറ്ററിനെ ഒന്ന് മാറ്റി. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഒന്ന് നോക്കുക. 5 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെയും 5 ഫാക്ടോറിയൽ ഉണ്ട്. 5 - r ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെയും 5 - r ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും കോമൺ ഫാക്ടർ കട്ട് ചെയ്താൽ 5 ഫാക്ടോറിയലിനെ നമുക്ക് കട്ട് ചെയ്യാം. 5 - r ഫാക്ടോറിയലിനെയും കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 1 ഈക്വൽ ടു അല്ലേ 1 ഈക്വൽ ടു 6 into 2 is 12
ഡിവൈഡഡ് ബൈ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഈക്വൽ ടു 12 ആണ്. ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. 7 6 are 42 മൈനസ് 7r മൈനസ് 6r പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു 12. അപ്പോൾ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് ആർ സ്ക്വയർ മൈനസ് 13r പ്ലസ് 42 അല്ലേ. റൈറ്റിൽ എന്തുണ്ട്? 12 ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് ആർ സ്ക്വയർ മൈനസ് 13r പിന്നെ പ്ലസ് 42 മൈനസ് 12 പ്ലസ് 13 കിട്ടും. ഇതിന് നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ ആറിന് 2 വാല്യൂ കിട്ടും. ഏതൊക്കെ വാല്യൂസാണെന്ന് നോക്കാം. സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യാം. ഇതിന് സമ്മ് 13 നെഗറ്റീവ് 13ഉം പ്രൊഡക്റ്റ് പോസിറ്റീവ് 13 കിട്ടുന്ന 2 നമ്പർ എടുക്കുക. അതായത് നെഗറ്റീവ് 3ഉം നെഗറ്റീവ് 10. അപ്പോൾ ഇതിനെ നമുക്ക് ആർ മൈനസ് 3 ഇൻറ്റു ആർ മൈനസ് 10 എടുക്കാം, ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അപ്പോൾ ആർ ഈക്വൽ ടു ആർ മൈനസ് 3 0യിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ ആർ മൈനസ് 10 ഓർ അല്ലേ 0 എടുക്കാം, അല്ലെങ്കിൽ ഓർ ആർ മൈനസ് 10 എടുക്കാം 0യിലേക്ക്. നമുക്ക് കിട്ടുന്ന വാല്യൂ ആർ ഈക്വൽ ടു 3 ഓർ ആർ ഈക്വൽ ടു 10. അപ്പോൾ 2 വാല്യൂ കിട്ടുന്നുണ്ട്, 3യും കിട്ടുന്നുണ്ട് 10ഉം കിട്ടുന്നു. പക്ഷേ ഇവിടെ ഏതാണ് അഡ്മിസിബിൾ എന്ന് നോക്കണം. ഇവിടെ നമ്മുടെ ചോദ്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് 3യും 10ഉം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏത് വാല്യൂ ആയിരിക്കും ഇവിടെ അഡ്മിസിബിൾ ആയിരിക്കുക? 5p10 നമ്മുടെ ഈ സംഖ്യ നമ്മൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് എടുക്കാറില്ല. എന്നിനേക്കാളും ചെറിയ സംഖ്യയാണ് ആറിന് എപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സംഖ്യ ഏതായിരിക്കും? നമുക്കിപ്പോൾ കിട്ടിയ 2 വാല്യൂസിൽ നമ്മൾ സ്വീകരിക്കുന്ന വാല്യൂ ഏതാണ്? ആർ ഈക്വൽ ടു 10 ആണ് നമ്മുടെ വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആർ ഈക്വൽ ടു 10 അല്ല, ആർ ഈക്വൽ ടു 3 ആണ് നമ്മുടെ വാല്യൂ. അതായത് 6 എന്നിനേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ 5 ആണ് നമ്മുടെ n, 6 ആണ് റൈറ്റ് സൈഡിലുള്ള n. 6നേക്കാളും 5നേക്കാളും ചെറിയൊരു സംഖ്യ ആറിന് സ്വീകരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ആർ ഈക്വൽ ടു ഏത് വാല്യൂ കിട്ടുക? നമുക്ക് കിട്ടുന്ന വാല്യൂ ആർ ഈക്വൽ ടു 3 ആണ്. നമ്മളിവിടെ സ്വീകരിക്കുന്ന വാല്യൂ ആർ ഈക്വൽ ടു 3 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 2 വാല്യൂ കിട്ടും. ഇതിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള വാല്യൂ ആർ ഈക്വൽ ടു 3 ആണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇക്വേഷൻ യൂസിങ് ഈച്ച് ലെറ്റർ എക്സാക്ട്ലി വൺസ്. അപ്പോൾ ഇക്വേഷൻ എന്നുള്ള വേർഡ് ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇക്വേഷൻ എന്നുള്ള ഒരു വേർഡ് തന്നിട്ടുണ്ട്. ഇതിലുള്ള ഓരോ ലെറ്ററും മുഴുവനായിട്ടും എല്ലാ ലെറ്ററും ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കാം? വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ഉള്ളതും അല്ലാത്തതുമായി എത്ര വേർഡ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അതിനെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല ഒന്ന് ഓർക്കുക. ഡിഫറൻ്റ് ആയിട്ടുള്ള n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആൻഡ് n പ്ലേസസ്. അതായത് n നമ്പർ ഓഫ് arrangements of n different objects taking all at a time. അതായത് മുഴുവൻ ലെറ്ററും ഉപയോഗിച്ചുകൊണ്ട് ഈ വേർഡിലുള്ള ലെറ്റേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം, എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് കൗണ്ട് ചെയ്യണം. ഇതിൽ എത്ര ലെറ്റർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട്. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഒരു ലെറ്റർ പോലും റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ 8 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ടേക്കിംഗ് ഓൾ അറ്റ് എ ടൈം. അപ്പോൾ മുഴുവനായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുല 8 ഫാക്ടോറിയലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 8 ഫാക്ടോറിയലാണ്. നമുക്കത് 8 ഫാക്ടോറിയൽ ഈക്വൽ ടു എങ്ങനെയാണ് 8 ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8. അപ്പോൾ ഇത് നമുക്ക് വാല്യൂ എഴുതാം. നമുക്കിവിടെ കിട്ടുന്നത് 40,320. അതായത് 40,320 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.
ശ്രദ്ധിക്കുക, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണിത്. അതായത് ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആണെങ്കിൽ എത്ര ലെറ്റർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, അത്രയും ഫാക്ടോറിയലാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഓൾ ടേക്കിംഗ് ഓൾ അറ്റ് എ ടൈം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് ആ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ചോദ്യം. ഫൈൻഡ് ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് അലഹബാദ്. അലഹബാദ് എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ എത്ര പെർമ്യൂട്ടേഷൻ പോസിബിളാണ്. അപ്പോൾ ഇത് നേരത്തെ ചോദ്യത്തിന് ലേശം ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആവുന്നത്? അലഹബാദ് എന്ന് പറയുന്ന വേർഡിൽ എന്താണ് പ്രത്യേകത? കുറേ ലെറ്റേഴ്സ് റിപ്പീറ്റിംഗ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9. അപ്പോൾ നമ്മളതൊന്ന് നോട്ട് ചെയ്യുന്നു. 9 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി അതിൽ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നു നോക്കാം. എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? എനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന എണ്ണം എന്ന് എഴുതി വെക്കാം. 1 2 3 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എ അല്ലേ? പിന്നെ എൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എൽ റിപ്പീറ്റ് ചെയ്യുന്നത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ലെറ്റേഴ്സും ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു തിയറത്തിൽ പറയുന്നുണ്ട്, റിപ്പീറ്റഡ് ആണെങ്കിൽ, ഏതെങ്കിലും ഒബ്ജക്ട്സ് റിപ്പീറ്റഡ് ആണ്, ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റഡ് ആണെങ്കിൽ ആദ്യം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എഴുതുമ്പോൾ 9 ഫാക്ടോറിയൽ ആദ്യം എഴുതുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഫാക്ടോറിയൽ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ലെറ്റർ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൽ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ലെറ്റേഴ്സ് ഫാക്ടോറിയൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ താഴെ എന്തൊക്കെ വരും? 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വരും. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 9 ഫാക്ടോറിയലിൽ 4 ഫാക്ടോറിയൽ കട്ട് ചെയ്യുമ്പോൾ 4 വരെയുള്ള നമ്പേഴ്സ് ഒഴികെ ബാക്കി നമുക്ക് എഴുതാം. 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 അല്ലേ? 4 ഫാക്ടോറിയൽ വരെയുള്ളത് മുകളിൽ കട്ടാവും. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ, അപ്പോൾ 2 ആയിരിക്കും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 7516 കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. പക്ഷേ തെറ്റിപ്പോയാൽ നമ്മളെ ഫുൾ ആൻസറും തെറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഏത് വേർഡ് കിട്ടിയാലും ആദ്യം എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. പിന്നെ അതിലെന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ എത്രയാണോ ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉള്ളത് അതിൻ്റെ ഫാക്ടോറിയൽ. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര പ്രാവശ്യം എന്ന് കണ്ടുപിടിക്കുക. അത്രയും ഫാക്ടോറിയൽ കൊണ്ട് ഈ ടോട്ടൽ മേലെ എഴുതിയ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. പിന്നെ സിംപ്ലിഫൈ ചെയ്യാം. വളരെ കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. കുറച്ച് സ്റ്റെപ്സിലൂടെ കൂടിയ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അധികമൊന്നും എഴുതണ്ട. ഈ ചോദ്യത്തിനൊക്കെ നമുക്ക് 2-3 മാർക്ക് പ്രതീക്ഷിക്കാം. 3 മാർക്കെങ്കിലും ഈ ചോദ്യത്തിനുണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇത്രയും സ്റ്റെപ്സേ നമ്മളതിൽ എഴുതണ്ടു. പക്ഷേ തെറ്റിപ്പോയാൽ മുഴുവനായിട്ടും പെട്ടെന്ന് തന്നെ തെറ്റിപ്പോവും. കാരണം പുതിയൊരു ഫോർമുലയും നമുക്കിതിനകത്ത് എഴുതാനില്ല. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 ലെറ്റർ അറേഞ്ച്മെൻറ്റ്സ് that can be made from the letters of the word daughter so that all vowels occur together. All vowels do not occur together. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പ്രാവശ്യം നമ്മൾ പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ ഇവിടെ എന്താ ഉള്ളത്? നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 ലെറ്റർ അറേഞ്ച്മെൻറ്റ്സ് ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം. പിന്നെ അതിൻ്റെ വെറൈറ്റിയാണ് നമ്മുടെ ഈ ചോദ്യം സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ വെറൈറ്റീസാണ്. അപ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഡോട്ടർ ഒന്ന് എഴുതി നോക്കാം. ദി നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. ദി നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ദി പോസിബിൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയാം. ദി പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് ആകെ എത്ര അറേഞ്ച്മെൻറ്റ്സ് പോസിബിളാണ് ഇതൊന്ന് ആദ്യം എഴുതി വെക്കാം. പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് ഈക്വൽ ടു ആകെ ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8. അപ്പോൾ ആകെ നമുക്ക് പ്രത്യേകതകളൊന്നും ഇല്ലാത്ത നോക്കുവാണെങ്കിൽ ആകെ നമുക്ക് 8 ഫാക്ടോറിയൽ അറേഞ്ച്മെൻറ്റ്സ് പോസിബിളാണ്.
ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓൾ വവൽസ് ഒക്കർ ടുഗദർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതിനെ നമുക്കൊന്ന് നോക്കാം. അതായത് ഡോട്ടർ എന്നുള്ള വേർഡിനെ ഞാനൊന്ന് എഴുതുന്നുണ്ട്. DAUGHTER. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ്, ഡോട്ടർ എന്നുള്ള വേർഡ്. ഇതിനകത്ത് ഏതൊക്കെയാണ് വവൽ എന്ന് കണ്ടുപിടിക്കാം. അതായത് വവൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെൻറ്റിൽ ഉണ്ടെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതിലുള്ള വവൽസിനെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എ വവലാണ്, യു വവലാണ്, ഇ വവലാണ് അല്ലേ. 3 വവൽസ് ഉണ്ട്. അപ്പോൾ ഈ 3 വവൽസിനെ നമ്മളൊരു ബോക്സിലാക്കുന്നു ഒരുമിച്ചിട്ട്. 3 വവൽസ് എ യു ഇ അല്ലേ. അതിനെ ഒരൊറ്റ ഒരു നമ്പറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ബാക്കിയുള്ള ലെറ്റേഴ്സിനെ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നു. 1, നമുക്കറിയാം 8 ലെറ്ററാണ്, അപ്പോൾ 5 എണ്ണം പുറത്തുണ്ടാവും അല്ലേ. 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനെ ഈ എ യു ഇ വരുന്ന ഗ്രൂപ്പിനെ ഞാൻ ഒന്നായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇത് 1 ആണെന്ന് നമുക്ക് വിചാരിക്കാം, ഒരു ലെറ്ററായിട്ട് വിചാരിക്കാം. 2, 3, 4, 5, 6. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 6 ലെറ്റർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ 6 ലെറ്റർ ആണെങ്കിൽ ഇതിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 6 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് തന്നെ ഈ എ യു ഇ എന്ന് പറയുന്ന ഈ ലെറ്റേഴ്സ് ഈ ഒരുമിച്ച് വരണമെന്ന് മാത്രമല്ല, ഇതിനെ പ്രത്യേകിച്ചൊരു ഓർഡറൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ഓർഡർ ഏതാ? എ യു ഇ. പക്ഷേ ഇത് എ യു ഇ എന്ന് തന്നെ എഴുതണമെന്നില്ല. എ ഇ യു എന്നാവാം, യു എ ഇ എന്നാവാം. അങ്ങനെ എത്ര രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ ഈ ബോക്സിനുള്ളിലുള്ള അറേഞ്ച്മെൻറ്റ് എത്ര രീതിയിൽ പോസിബിളാണ്? 3 ലെറ്ററാണ്. അപ്പോൾ 3 ഡിഫറെൻറ്റ് ലെറ്ററിനെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ 3 ഫാക്ടോറിയൽ വേസിൽ ആ വവൽസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നടക്കുമ്പോഴേ ആ അറേഞ്ച്മെൻറ്റ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ വവൽസ് ഒരുമിച്ച് വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് പ്രത്യേക രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വവൽസിനെ തന്നെ അതിനുള്ളിൽ നമുക്ക് 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. ബാക്കി ഇതിനെ ഉൾപ്പെടെ 6 ലെറ്ററായിട്ട് കരുതിയാൽ അതിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 6 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. ഇത് രണ്ടും ഒരുമിച്ച് നടക്കണം. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 ഫാക്ടോറിയലിനെ 3 ഫാക്ടോറിയലിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താലേ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4320. 4320. നിങ്ങൾക്ക് ഈ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്ററിൽ ഓപ്ഷൻ ഉണ്ട്. കാൽക്കുലേറ്ററിൽ ഓരോ നമ്പറിൻ്റെ ഫാക്ടോറിയൽ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അധികം ടൈം എടുക്കാതെ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെൻറ്റ്സ് പോസിബിളാണ്? അപ്പോൾ നമുക്ക് പോസിബിളായിട്ടുള്ളത് 4320 അറേഞ്ച്മെൻറ്റ്സ് ആർ പോസിബിൾ ഇൻ വിച്ച് ഓൾ വവൽസ് ആർ ടുഗദർ. ഇനി അതിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താ പറയുന്നത്? ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ. അപ്പോൾ ഡു നോട്ട് ഒക്കർ ടുഗദർ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആകെയുള്ള അറേഞ്ച്മെൻറ്റ് 8 ഫാക്ടോറിയലാണ് അല്ലേ. ആകെയുള്ള അറേഞ്ച്മെൻറ്റ് 8 ഫാക്ടോറിയലാണ്. ഈ 8 ഫാക്ടോറിയൽ നിന്ന് ഏത് കുറച്ചാൽ മതി? 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയലിനെ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ആൻസർ പെട്ടെന്ന് എഴുതാം. ദഫോർ ദി അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരുന്നു. അപ്പോൾ ദി അറേഞ്ച്മെൻറ്റ്സ് വിൽ ബി 8 ഫാക്ടോറിയൽ ആകെയുള്ള അറേഞ്ച്മെൻറ്റ്. അതിൽ നിന്ന് ആരെ കുറക്കണം? രണ്ടാമത് വവൽസ് ടുഗദർ എന്ന് പറയുന്നുള്ള അറേഞ്ച്മെൻറ്റ്സിനെ കുറക്കണം. അപ്പോൾ 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയലിനെ 8 ഫാക്ടോറിയലിൽ നിന്ന് കുറക്കണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വാല്യൂ കിട്ടുന്നത് 36,000 ആണ് നമുക്ക് കിട്ടുന്നത്. 36,000 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ 8 ഫാക്ടോറിയൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 4320 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 36,000 എന്നുള്ള നമ്പറാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തേൻ്റെ ആൻസർ. അതായത് ആകെയുള്ള അറേഞ്ച്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വവൽസ് ടുഗറായിട്ട് വരുന്ന അറേഞ്ച്മെൻറ്റ് കുറച്ചാൽ വവൽസ് ടുഗദർ അല്ലാത്ത അറേഞ്ച്മെൻറ്റ്സ് കിട്ടും. അപ്പോൾ 36,000 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇൻഡിപെൻഡൻസ്. ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഡു ദി വേർഡ് സ്റ്റാർട്ട് വിത്ത് പി? ഡു ദി വവൽസ് ഓൾവേസ് ഒക്കർ ടുഗദർ?
ഡു ദി വവൽസ് നെവർ ഒക്കർ ടുഗദർ, ഡു ദി വേർഡ്സ് ബിഗിൻ വിത്ത് ഐ ആൻഡ് എൻഡ് ഇൻ പി. അപ്പോൾ 4 സബ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ. ആദ്യം തന്നെ മറ്റൊരു ചോദ്യമുണ്ട്, അതായത് ഫൈൻഡ് ദി നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇൻഡിപെൻഡൻസ്. അതായത് ടോട്ടൽ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സിൻ്റെ കാര്യമാണ് അവിടെ ചോദിക്കുന്നത്. ബാക്കിയുള്ള 3 സബ് ക്വസ്റ്റ്യൻ നമ്മൾ വേറെയും കണ്ടുപിടിക്കണം. അപ്പോൾ ആകെ ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഇൻഡിപെൻഡൻസ് എന്നുള്ള വേർഡിൽ ആകെ എത്ര അറേഞ്ച്മെൻറ്റ്സ് പോസിബിളാണ്? അപ്പോൾ ഇൻഡിപെൻഡൻസ് എന്നുള്ള വേർഡിനെ നമുക്കൊന്നുകൂടി എഴുതാം. ഇൻഡിപെൻഡൻസ്, അതിൽ സ്പെല്ലിങ് തെറ്റാതെ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സ്പെല്ലിങ് തെറ്റാതെ നോക്കുക, കാരണം കുറേ ലെറ്റേഴ്സ് നമുക്ക് ഇവിടെ റിപ്പീറ്റിംഗ് ഉണ്ട്. ഇൻഡിപെൻഡൻസ് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ കൗണ്ട് ചെയ്യുന്നു, ആകെ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 12 ലെറ്റേഴ്സ് ആകെ പോസിബിളാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുന്നു 12. ഇനി അതിൽ ഓരോന്നും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു നോക്കാം. അതിൽ ഐ റിപ്പീറ്റിംഗ് ഇല്ല, എൻ റിപ്പീറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ എന്നിനെ നമുക്ക് എത്ര പ്രാവശ്യം റിപ്പീറ്റിംഗ് ആണെന്ന് നോക്കാം. എൻ ഈസ് റിപ്പീറ്റഡ് ആൻഡ് 1 2 3 ends are there. Therefore we can write 3. n റിപ്പീറ്റ് ചെയ്യുന്നത് 3 ടൈംസ് ആണ്. പിന്നെ ഡി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് നമ്മൾ നോട്ട് ചെയ്യുന്നു, ആദ്യം നോട്ട് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ആകെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ആദ്യം എഴുതണം അല്ലേ. പോസിബിൾ അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം. അപ്പോൾ ഹൗ മെനി ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആർ പോസിബിൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് എഴുതാം. പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ്, പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് ഈക്വൽ ടു, ആകെ 12 ആയിരുന്നു. അപ്പോൾ 12 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. അപ്പോൾ ഇതൊന്ന് 4 ഫാക്ടോറിയൽ എഴുതാം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത്, അതിൽ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 16,63,200. ഇതാണ് നമ്മുടെ ടോട്ടൽ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ആകെയുള്ള സാധ്യമായ എല്ലാ അറേഞ്ച്മെൻറ്റ്സിൻ്റെയും എണ്ണമാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ സബ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു ദി വേർഡ് സ്റ്റാർട്ട് വിത്ത് പി. പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര എണ്ണം ഉണ്ടാവും? പിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പി എന്ന് പറയുന്ന ഒന്നാമത്തെ പ്ലേസ് നമുക്ക് ഒറ്റ രീതിയിൽ മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പി മാത്രമേ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പ്ലേസസ് ഒക്കെ തന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സിന് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം 11 ലെറ്റേഴ്സ് പോസിബിളാണ്. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് എഴുതുമ്പോൾ 11 ഫാക്ടോറിയൽ എന്ന് എഴുതുക. ഇനി അതിൽ റിപ്പീറ്റിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കാം. റിപ്പീറ്റിംഗ് വരുന്നതുണ്ട് അല്ലേ. ഏതൊക്കെ? ഈ കിട്ടിയിട്ടുള്ള എല്ലാ ലെറ്റേഴ്സും അവിടെ റിപ്പീറ്റിംഗ് ആണ്. അതായത് എൻ ഉണ്ട്, പി മാത്രം നമ്മൾ ആദ്യത്തെ പ്ലേസിൽ വെച്ചിട്ടുള്ളൂ. എൻ ഉണ്ട്, എൻ 3 പ്രാവശ്യമുണ്ട്, ഡി 2 പ്രാവശ്യം, ഇ 4 പ്രാവശ്യം. അപ്പോൾ ഇതൊക്കെ തന്നെ റിപ്പീറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ താഴെ ഡിവൈഡ് ചെയ്യണം. 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. അപ്പോൾ 11 ഫാക്ടോറിയലിനെ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് ലെറ്റേഴ്സ് വെച്ചിട്ട് എഴുതുന്നു. അതിൻ്റെ താഴെ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സിൻ്റെ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. Therefore the answer is 1,38,600. 1,38,600. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡു ഓൾ ദി വവൽസ് ഓൾവേസ് ഒക്കർ ടുഗദർ. അപ്പോൾ അവിടെ വവൽസ് ഓൾവേസ് ഒക്കർ ടുഗദർ ആണ്. അപ്പോൾ വവൽസ് ഇവിടെയുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിലുള്ള വവൽസ് എന്ന് പറയുന്നത് 4 ഇ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 4 എണ്ണം, അത് 4ഉം വവലാണ്. പിന്നെ ഐ ഉണ്ട്. ഇതാണ് നമ്മുടെ വവൽസ്. അതിനെ ഒരു ബോക്സിലേക്ക് ആക്കുന്നു, നേരത്തെ ചെയ്ത പോലെ ഒരു ബോക്സിലാക്കുന്നു. അപ്പോൾ 5 ലെറ്റർ ബോക്സിലേക്ക് വന്നു. നമുക്കാകെ 12 ലെറ്ററിൽ 5 എണ്ണം ബോക്സിലേക്ക് വന്നു. ബാക്കിയുള്ള 7 എണ്ണം പുറത്തുണ്ടാവും അല്ലേ. അപ്പോൾ ബോക്സിലുള്ള ലെറ്റർ കൂടാതെ 7 എണ്ണം പുറത്തുണ്ടാവും. 3 4 5 6 7 ലെറ്റർ പുറത്തുണ്ട്.
അപ്പോൾ ആകെ 8 ലെറ്റർ അല്ലേ. ഇതിനെ നമ്മൾ 1 എന്ന് എടുത്താൽ 1 2 3 4 5 6 7 8. അപ്പോൾ 8 ലെറ്ററായി ഇതിനെ കൺസിഡർ ചെയ്യാം. 8 ലെറ്ററിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ 8 ലെറ്ററിനെ നമ്മൾ 8 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യും അല്ലേ. 8 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യും. ആ 8 ഫാക്ടോറിയൽ നമ്മൾ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഈ എന്നുള്ള ലെറ്റർ നമുക്കറിയാം 4 ടൈംസ് വരുന്നുണ്ട്. പക്ഷേ ഈനെ നമ്മൾ ബോക്സിലേക്കാക്കി. അതുകൊണ്ട് ആ റിപ്പീറ്റേഷൻ നമ്മളിപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ എടുക്കുന്നില്ല. ബാക്കിയുള്ള 2 അറേഞ്ച്മെൻറ്റ്സ്, അതായത് 2 ലെറ്ററിൻ്റെ റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ എടുക്കണം. അപ്പോൾ 3 ഫാക്ടോറിയൽ എടുക്കാം, 2 ഫാക്ടോറിയൽ എടുക്കാം, 2 ഫാക്ടോറിയൽ എടുക്കാം. അപ്പോൾ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയലാണ് ഈ ഗ്രൂപ്പിനെയും ബാക്കിയുള്ള ലെറ്ററും ഉൾപ്പെടുത്തിയിട്ടുള്ള 8 എണ്ണത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്. പിന്നെ ആ ഗ്രൂപ്പിനകത്ത് എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. അതായത് ഗ്രൂപ്പിനകത്ത് നമുക്ക് ആകെ 5 ലെറ്ററാണ്. അതിൽ 5 ലെറ്ററിൽ 4 എണ്ണം ഒരേപോലത്തെ ലെറ്ററാണ്. അപ്പോൾ നമുക്കിവിടെ 5 ഫാക്ടോറിയൽ എഴുതി കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് ഉള്ളതുകൊണ്ട് താഴെ എന്ത് വരണം, ഈയുടെ റിപ്പീറ്റിംഗ് ആണ്, റെപ്പിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് 4 ഫാക്ടോറിയൽ വേസിൽ അതിനെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, അതൊന്ന് ഫാക്ടോറിയലിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കിട്ടും. അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 16,800. ഇതാണ് നമ്മുടെ ആൻസർ, രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, ഡു ദി വവൽസ് നെവർ ഒക്കർ ടുഗദർ. ഡു ദി വവൽസ് നെവർ ഒക്കർ ടുഗദർ. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഒക്കർ ടുഗദർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്, വവൽസ് ഒക്കർ ടുഗദർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് മൈനസ് ദി നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് ദി വവൽസ് ഒക്കർ ടുഗദർ. അപ്പോൾ ആ 2 ആൻസറിനെ നിന്ന് നമുക്കതിനെ ഒന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് 16,63,200 ആണ്. അതിൽ നിന്ന് വവൽസ് ഒക്കർ ടുഗദർ ആയിട്ടുള്ള, അതായത് 16,800നെ നമ്മളൊന്ന് മൈനസ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ 16,46,400 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്, തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പ്ലേസിൽ ഐയും പീനെ ലാസ്റ്റ് പ്ലേസിൽ, അത് ഐ അറ്റ് ദി ലെഫ്റ്റ് എൻഡ് സ്റ്റാർട്ടിങ് വിത്ത് ഐ ആൻഡ് എൻഡ് ഇൻ പി. അപ്പോൾ ഐ ലെഫ്റ്റ് എൻഡിലും പി റൈറ്റ് എൻഡിലും വരുന്നത്. അപ്പോൾ ആ 2 പ്ലേസ് നമുക്ക് ഒഴിവാക്കാം. ആ 2 പ്ലേസിൽ നമ്മൾ ഓരോരോ ലെറ്റേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് only one way you can fill that boxes, therefore we can exclude that. And in between them, how many letters are remaining? 10 letters are remaining, therefore 10 factorial. ഈ റിപ്പീറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. റിപ്പീറ്റേഷൻ ഉള്ളത്, ആ റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ ലെറ്റേഴ്സും നടുക്ക് നമ്മുടെ 10 എണ്ണത്തിലുണ്ട്. അപ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. അപ്പോൾ ആകെയുള്ള ഫസ്റ്റ് എൻഡിലുള്ളതും ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലുള്ള ഐയും പിയും ഒഴിവാക്കിയാൽ ഇടയിലുള്ള 10 എണ്ണത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ആ 10 ഫാക്ടോറിയലിനെ ആ ഫാക്ടോറിയൽസ് കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത് ഇറ്റ്സ് ഈക്വൽ ടു 12,600. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ പ്രോബ്ലം സ്വന്തമായിട്ട്, ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്കായി തരുന്നുണ്ട്, സ്വന്തമായിട്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡൗട്ടുള്ളത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം.